ഒരു ചായക്കട തിരഞ്ഞിറങ്ങിയതാണ്. നടന്ന് നടന്ന് അങ്ങേ അറ്റെത്തി. അപ്പോഴാണ് ഒരു ചായക്കട കണ്ടുപിടിച്ചത്. പോകുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നടക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ആ ചേച്ചിയാണ് പറഞ്ഞത്, ഈ വളവ് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായക്കട ഉണ്ട്, അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ബജിയൊക്കെ കിട്ടും കഴിക്കാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് ഒരു വളവല്ല 3 വളവ് കഴിഞ്ഞപ്പോഴാണ് ഒരു ചായക്കട കണ്ടു കിട്ടിയത്. ചായക്കടയിൽ ചെന്ന് അപ്പം തന്നെ ഇവർക്ക് നന്നായി വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ റിയലൈസ് ചെയ്ത് ഞങ്ങൾ രാവിലെ ചായ കുടിച്ചതും ഈ സെയിം സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ചുറ്റി ഇവിടെ തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വന്ന സ്ഥലത്തിനെ പറ്റി പറഞ്ഞില്ലല്ലോ. നമ്മൾ വന്നിട്ടുള്ളത് ഏർനാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ നല്ല ചായയും കാപ്പിയൊക്കെ ഇവിടെ കിട്ടും. ഞാനൊരു ചായ കാപ്പി ലവർ ആയതുകൊണ്ട് തന്നെ ഞാൻ മിനിമം ഒരു 3-4 ചായ ഒരു ദിവസം കുടിക്കാറുണ്ട്. ചായ ഓർ കാപ്പി അത് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഞാൻ മാറ്റാറുണ്ട്. ഉച്ചയ്ക്ക് സാമ്പാർ റൈസ് ആയിരുന്നു കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രതീക്ഷിച്ച അത്ര അങ്ങോട്ട് സെറ്റായില്ല. ചെറുതായിട്ട് എരൊന്ന് തൊണ്ടേക്കറി അല്ല തരിപ്പ് കറി. അതുകൊണ്ടാണ് ഈ കണ്ടച്ചോ. പക്ഷെ ഫോറസ്റ്റിന്റെ നടുക്കിൽ നിന്ന് ഇങ്ങനെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ. എത്രമാത്രം നമ്മൾ ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലിൽ പോയാലും കിട്ടാത്തൊരു സുഖം അതിനുണ്ടാവും. പിന്നെ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടൗൺ ഹൗസ് പോലത്തെ ഒരു സംഭവമായിരുന്നു. ഈ കോമ്പൗണ്ടിൽ തന്നെ 6 വീടുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ എയർബിഎൻബി വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ എന്നെ ഈ കൂട്ടി കൊണ്ടുവന്നത് ഒരു വീട് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ കോമ്പൗണ്ടിൽ തന്നെ മുകളിലായിട്ടൊരു വീടുണ്ട്. അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതെന്നെ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകണം. അമ്മയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം എന്നെ കാണിച്ചു തരണം. കാരണം ഈ ഐഡിയാസ് ഒക്കെ ഫീഡ് ചെയ്ത് വെച്ച് എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങാണ്. ഇനി നാളെയാണ് നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ പറയാം. ടാറ്റാ.